ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിക്കുന്ന 10ാമത്തെ ഹദീസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അൽഫ മറ. ഇമാം ബുഖാരി തങ്ങൾ ബാബു അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നൊരു അധ്യായം കൊടുത്തുകൊണ്ടാണ് ഈ ഹദീസ് പരിചയപ്പെടുത്തുന്നത്. 10ാമത്തെ ഹദീസാണ്. ഹദീസ് നമ്പർ 10. حدثنا آدم بن أبي إياس رضي الله عنه. ഹദ്ദസന നമ്മൾക്ക് ഹദീസ് പറഞ്ഞു തന്നു ആദമുബിന് അബി ഇയാസ്. ആദമുബിന് അബി ഇയാസ് എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ. ഈ ആദമുബിന് അബി ഇയാസ് എന്ന് പറയുന്ന മഹാനവറുകൾ എന്താണ് പറഞ്ഞത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഹദ്ദസന ശുഅബ, നമ്മൾക്ക് ശുഅബ ഹദീസ് പറഞ്ഞു തന്നു. ശുഅബ എന്നവർ അബ്ദുല്ലാഹിബിൻ അബി സഫർ, അബ്ദുല്ലാഹിബിൻ അബി സഫർ എന്നവരെ തൊട്ടാണ് ശുഅബ എന്നവർ നമ്മൾക്ക് ഹദീസ് പറഞ്ഞു തന്നത്. മാത്രവുമല്ല ഇസ്മായിൽ എന്നവരെ തൊട്ടും നമ്മൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. ആരാ പറയുന്നത്? ശുഅബ എന്നവർ ഹദീസ് പറഞ്ഞു തന്നത് അബ്ദുല്ലാഹിബിൻ അബി സഫർ എന്നവരെ തൊട്ടും ഇസ്മായിൽ എന്നവരെ തൊട്ടും. 2 ശേഖന്മാരുണ്ട്. അവർക്ക് ശുഅബ എന്നവർക്ക് 2 ശേഖന്മാരാണ്. അവർ ഷഅബി, ഇമാം ഷഅബി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഹദീസ് പറയുന്നത്. അവർ അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹിബിൻ അംർ എന്നവരെ തൊട്ട് ഹദീസ് പറഞ്ഞു തന്നു. അബ്ദുല്ലാഹിബിൻ ഉമറുണ്ട്, അബ്ദുല്ലാഹിബിൻ അംറുണ്ട്, അബ്ദുല്ലാഹിബിൻ മസ്ഊദുണ്ട്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഉണ്ട് റളിയല്ലാഹു അൻഹു. ഇവിടെ നമ്മുടെ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബി അബ്ദുല്ലാഹിബിൻ അംറാണ്. അവർ ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഖാല, തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിം, യഥാർത്ഥ മുസ്ലിം, പരിപൂർണ മുസ്ലിം ആരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അൽ മുസ്ലിമു, പൂർണ്ണമായ മുസ്ലിം എന്ന് ഒരർത്ഥം, യഥാർത്ഥ മുസ്ലിം എന്ന് മറ്റൊരർത്ഥം. അങ്ങനെയാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അൽ മുസ്ലിമു അൽ അലിഫു വല്ലാമു ഫീഹി ലിൽ കമാൽ. ഒരഭിപ്രായത്തിൽ കമാലിൻ്റെതാണ് അലിഫ്ലാം. അൽ മുസ്ലിം, യഥാർത്ഥ പൂർണ്ണമായ മുസ്ലിം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൻ, ഒരുത്തനാണ്, സലിമൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടു, മിൻ ലിസാനിഹി, ഇവൻ്റെ നാവിനെ തൊട്ടും, ബിയദിഹി, ഇവൻ്റെ കയ്യിനെ തൊട്ടും. അഥവാ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഏതൊരു മുസ്ലിമിൻ്റെ കയ്യിനെ തൊട്ടും നാവിനെ തൊട്ടും രക്ഷപ്പെട്ടു പോകും, ആ മുസ്ലിമാണ് യഥാർത്ഥ മുസ്ലിം. അഥവാ മറ്റുള്ള ഒരു മുസ്ലിമീങ്ങളെയും തൻ്റെ നാവ് കൊണ്ടും തൻ്റെ കൈകളെ കൊണ്ടും ഉപദ്രവിക്കാത്ത മുസ്ലിമാണ് യഥാർത്ഥ മുസ്ലിം. അപ്പം പൂർണ്ണമായ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ നാവ് കൊണ്ട് വേറെ ഒരു മുസ്ലിമിനെയും വെറുപ്പിച്ചിട്ടില്ല. ദൈവത്തുകളെ കൊണ്ടും നമീമത്ത് കൊണ്ടും മറ്റുള്ളതായ കളവുകളെ കൊണ്ടും ഇല്ലായ്മ പറഞ്ഞുകൊണ്ടും ഇല്ലാത്ത
എല്ലാം നിർമ്മിച്ചുണ്ടാക്കി പറഞ്ഞുകൊണ്ട് ഒന്നും മറ്റൊരു മുസ്ലിമിനെയും വേദനിപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അവൻ്റെ കൈകളെ കൊണ്ട് മറ്റൊരു മുസ്ലിമിനെ വേദനിപ്പിച്ചു അതുമില്ല. അപ്പം നാവ് കൊണ്ടും കൈ കൊണ്ടും ഒരു മുസ്ലിമിനെയും വേദനിപ്പിക്കാത്ത മുസ്ലിമാണ് പരിപൂർണമായ മുസ്ലിം. അതാണ് ഈ ഹദീസിൻ്റെ നേരെ അർത്ഥം. ഇങ്ങനെയാണ് ഗ്രഹിക്കുക. മറ്റുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഇവൻ്റെ കൈകളെ തൊട്ടും ഇവൻ്റെ കയ്യിനെ തൊട്ടും നാവിനെ തൊട്ടും രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള മുസ്ലിമാണ് യഥാർത്ഥ പരിപൂർണ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവൻ വേറെ ഒരു മുസ്ലിമിനെയും ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവിക്കാതിരിക്കുമ്പോൾ ഇവൻ്റെ നാവിൽ നിന്നും ഇവൻ്റെ കൈകളിൽ നിന്നും അവർ രക്ഷപ്പെടുകയാണ്. അങ്ങനെയുള്ള മുസ്ലിമാണ് പരിപൂർണ മുസ്ലിം. ഇത് 1400 വർഷക്കാലം മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദുൻ നബവി വെച്ചുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങളോട് അറിയിച്ച കാര്യം ഇമാം ബുഖാരി തങ്ങൾ 10ാമത്തെ ഹദീസായി ഇവിടെ സ്വഹീഹുൽ ബുഖാരിയും ജാമിഉ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് നമ്മൾ മസ്ജിദുൻ നബവിയിൽ വെച്ചുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുകയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. വൽ മുഹാജിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മദീനയിൽ നിന്നും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന സ്വഹാബികൾക്ക് മുഹാജിറായ സ്വഹാബി എന്ന് പറയും. ഇവിടെ മക്കക്കാരായ സ്വഹാബികൾ ഇവിടെ വന്നപ്പോൾ അവരെ സഹായിച്ച മദീനക്കാരായ സ്വഹാബികൾക്ക് അൻസാറുകൾ എന്ന് പറയും. മുഹാജിറുകൾ, അൻസാറുകൾ. എന്നാൽ യഥാർത്ഥ